ഒരു അതീവ സന്തോഷ വാർത്ത വന്നിരിക്കുകയാണ്. നമ്മുടെ ദിവ്യേച്ചി BP ദിവ്യേച്ചിക്ക് ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് കൊടുത്തിരിക്കുന്നു തലശ്ശേരി സെഷൻസ് കോടതി. ജാമ്യ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ വിട്ട് പോയിക്കൂടാ, പിന്നെ പൊതുപരിപാടികളിൽ പങ്കെടുത്തുകൂടാ, എല്ലാ തിങ്കളാഴ്ചയും അത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അടുത്ത് വന്ന് ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറയുന്ന ആ ഒരു വ്യവസ്ഥയിലാണ് ഇളവ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ തങ്കക്കുടത്തിന് AKG സെന്ററിൽ പോകാനുള്ള ഒരു അവസരമുണ്ടാവുകയും പൊതുപരിപാടികളിൽ പങ്കെടുക്കാനും പുള്ളിക്കാരത്തിയുടെ നിഷ്കളങ്കത്വം പൊതുജനങ്ങളോട് പറയാൻ ഉള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടുകയും അത് തന്നെയല്ല, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ധനകാര്യ വകുപ്പിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിലർ കൂടിയാണ് പുള്ളിക്കാരത്തി. അപ്പോൾ പുള്ളിക്കാരത്തിക്ക് വരുമാനം അത്ര കുറഞ്ഞു, വീട്ടിൽ തന്നെയാണ് ഇരിപ്പ്. അപ്പോ ഒപ്പിടാൻ മാത്രമാണ് നമ്മളുടെ പെൺകുടി വെളിയിൽ ഇറങ്ങാറുള്ളൂ. ഇതൊക്കെ കണക്കാക്കി ജാമ്യ വ്യവസ്ഥയിൽ പുള്ളിക്കാരത്തിക്ക് ഒരു ഇളവ് കൊടുത്തിരിക്കുകയാണ്. വലിയ സന്തോഷമുണ്ട്. പ്രധാനമായിട്ടും നമുക്ക് ഒരു ചോദ്യം വരുന്നത്, ഇതെങ്ങനെയാണ് ഇതൊരു തൂങ്ങിമരണമാണെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഫോറൻസിക് സർജൻ വ്യക്തമാക്കിയെന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഒരു ബോഡി കണ്ടു, അത് മരണപ്പെട്ട ഒരു ബോഡിയാണ്. ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഭരണഘടനയിൽ എഴുതിയിട്ടുള്ള കാര്യമാണ്. അത് സാമാന്യ മര്യാദയാണ്, സാമാന്യമല്ല മര്യാദയുടെ അങ്ങേയറ്റമാണ്. അപ്പൊ അതെങ്ങനെയാ മരിച്ചെന്ന് നമുക്ക് കണക്കാക്കണമല്ലോ. അപ്പൊ നവീൻ ബാബുവിന്റെ ശരീരം പുള്ളിയുടെ ക്വാർട്ടേഴ്സിൽ കെട്ടിത്തൂക്കി നിൽക്കുന്ന വകുപ്പിൽ കണ്ടു. അത് പോലീസ് മാമന്മാരാണ് കണ്ടത്. എമ്മമാര് കുറച്ച് കുൽസിത നേതാക്കന്മാര്, കമ്മ്യൂണിസ്റ്റ് കുൽസിത നേതാക്കന്മാരുമാണ് കണ്ടത്. അത് മുഖാന്തരം കേരളത്തിലെ ജനങ്ങൾ മൊത്തം പത്രത്തിൽ കൂടെയും മാധ്യമത്തിൽ കൂടെയും അറിയുന്നു നവീൻ ബാബു തൂങ്ങി മരിച്ചു എന്നുള്ളത്. അപ്പോ നമ്മളുടെ ചോദ്യം, ഈ പോസ്റ്റ്മോർട്ടം എങ്ങനെയാണ് ഇതൊരു തൂങ്ങിമരണമാണെന്ന് പുള്ളിക്ക് വരുത്തി തീർക്കാൻ പറ്റിയത്? കാര്യം ഇനിയും ഉള്ള ഒരു തലമുറയ്ക്ക് ഈ സർജന്റെ പെർഫോമൻസ്, പോസ്റ്റ്മോർട്ടം ചെയ്ത ആ ഒരു രീതി അല്ലെ MBBS സ്റ്റുഡൻസിന്, മെഡിക്കോസിന് വലിയ ഗുണകരം ആയി തോന്നുന്നു. കാര്യം ഇനിയുള്ള തലമുറകളിൽ ഈ കള്ളപ്രവണത കൂട്ടാൻ വേണ്ടി ഇങ്ങനത്തെയുള്ള പരിപാടികൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഈ കുൽസിത വിദ്വാൻ എങ്ങനെയാണ് ഇതൊരു തൂങ്ങിമരണമാണ് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ്. പുള്ളിക്കാരൻ ഒരു സ്പെസിമെൻസ് ഒന്നും എടുത്തിട്ടില്ല, ആന്തരിക അവയവങ്ങളുടെ പാർട്സ് സാമ്പിൾസ് ഒന്നും എടുത്തില്ല, തലച്ചോറിന്റെയും ലങ്സിന്റെയും ഹാർട്ടിന്റെയും ഹിസ്റ്റോപത്തോളജി റിപ്പോർട്ടിന് വേണ്ടിയുള്ള സാമ്പിൾസ് ഒന്നും എടുത്തില്ല. ഈ തൂങ്ങിമരണം നടക്കുമ്പോൾ കഴുത്തെ പറ്റുന്ന മുറിവിന് പോലും പൂർണ്ണതയില്ല, പൂർണ്ണമായിട്ടുള്ള ഒരു റിപ്പോർട്ടില്ല. ശരീരത്തിൽ ഉണ്ടായ ബ്ലഡ് ശരീരത്ത് പറ്റിയ ബ്ലഡ് എവിടെ നിന്നു വന്നു, എങ്ങനെ വന്നു എന്നുള്ള ഒരു വ്യക്തതയില്ല. സത്യം പറഞ്ഞാല് ആ പോസ്റ്റ്മോർട്ടത്തിനകത്ത് പുള്ളി എന്താണ് പറഞ്ഞത്, ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചത് ഇതൊരു തൂങ്ങിമരണമാണ്? കാര്യം തൂങ്ങി മരിക്കുമ്പോ ഇതൊന്നും കണ്ടുപിടിച്ചില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ കഴുത്തിന് ചുറ്റുമുള്ള മാർക്കെങ്കിലും ഒന്ന് വേണ്ടേ? അപ്പം ബഹുമാനപ്പെട്ട നബീന്റെ വൈഫ് ഉന്നയിച്ചിരിക്കുന്ന, ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്ന പോയിന്റ്സിൽ ഏതോ ഒരു പോയിന്റാണ് ഡിസ്ക്രിപ്പൻസി ഓഫ് ലെഗേച്ചേഴ്സ്. അതായത് കഴുത്തേലുള്ള മാർക്ക് പോലും അവ്യക്തമായിട്ട് വ്യക്തതയില്ല. പോസ്റ്റ്മോർട്ടത്തിൽ അതിനും വ്യക്തതയില്ല. അപ്പോ ഒന്ന് ആലോചിച്ച്, ഇത് എങ്ങനെയാണ് തൂങ്ങി മരിച്ചെന്ന് ഈ ഫോറൻസിക് സർജൻ കണ്ടുപിടിച്ചത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാല് ഇതൊരു CBI കൊണ്ട് അന്വേഷിച്ചില്ലാത്ത പക്ഷം നമ്മളുടെ നിയമവ്യവസ്ഥയിൽ ഒരർത്ഥവുമില്ലാതെ പോകും. നിങ്ങളൊന്ന് ആലോചിച്ച്, പോലീസ് പറയുന്നു തൂങ്ങി മരിച്ചെന്ന്, ഫോറൻസിക് സർജനും പറയുന്നു തൂങ്ങി മരിച്ചെന്ന്. എന്നാൽ പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടും ഫോറൻസിക്കിലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും വല്ലോ ബന്ധമുണ്ടോ? ഒന്നുമില്ല. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ഒരു കാര്യം പറയുന്നു, ബ്ലഡ് ഉണ്ടായിരുന്നു, കാര്യം എന്താന്നൊക്കെ പറയുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അങ്ങനെ ഒരു കാര്യമേ കൊടുത്തിട്ടില്ല. ഇങ്ങേയറ്റം ലിഗേച്ചർമാർക്ക് പോലും ഇല്ല. അപ്പോ ഇതെങ്ങനെ കണ്ടുപിടിച്ചു എന്നുള്ള ഒരു ശാസ്ത്രം ഈ ഫോറൻസിക് സർജൻ ഈ വരും തലമുറയ്ക്ക് ഒന്ന് പകർന്നു കൊടുക്കുന്നത് ഒരു വലിയ കാര്യമായിരിക്കും.